ഏ അവസാനം ഇന്ന് നമ്മളുടെ ആ ഒരു ദിവസമാണ്. ഇലക്ഷൻ റിസൾട്ട് അറിയുന്നൊരു ദിവസം. നമ്മൾ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ആകാംക്ഷയോടെ എക്സൈറ്റ്മെൻറ്റിനോടെ നമ്മൾ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ദിവസം. തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മൾ ഒരു സോഷ്യൽ സിറ്റുവേഷനും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മനസ്സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ്റെ സ്വസ്ഥതയുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് സ്വസ്ഥതയോടെ നാം എന്ന ഈ ഒരു വലിയ അസ്തിത്വത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുക, പലരും പല കമൻറ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുക. തുടർച്ചയായ ഇത്തരം ശബ്ദങ്ങൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരുപാട് അസ്വസ്ഥതകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും സത്യങ്ങളല്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൊഗ്നിറ്റീവ് ഡിഫ്യൂഷൻ ചെയ്യണം, നിർവീര്യമാക്കണം. എനിക്ക് അത്തരത്തിലുള്ളൊരു ചിന്തയുണ്ട്, പക്ഷേ ആ ചിന്ത ഞാനല്ല. മനസ്സിലല്ലേ? നമ്മളതിൽ നിന്ന് ഒരകലം പാലിക്കുക, അതിനെ ഡിഫ്യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ്റെ റിസൾട്ട് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് വികാരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ആ വികാരങ്ങളെ പ്രതിരോധിക്കാൻ നിൽക്കണ്ട. അതിനനുസരിച്ച് നിങ്ങൾ വല്ലാതെ അസ്വസ്ഥമാകാൻ നിൽക്കണ്ട. വികാരങ്ങളെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെന്ന ഈ മഹാവീടിനുള്ളിൽ ആ വികാരങ്ങൾ അവിടെ കിടന്നോട്ടെ. അതുമായി മല്ലടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇങ്ങനെ വികാരമുണ്ട് എന്നതിനെ ഒന്ന് ദൂരം പാലിച്ചുകൊണ്ടൊരു സിനിമ കാണുന്നത് പോലെ കാണാൻ നോക്കുക. ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക്, നിങ്ങളുടെ കാൽപാദത്തിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഹോൾ ബോഡി സ്കാൻ ചെയ്തിട്ട് നിങ്ങളെന്ന അസ്തിത്വത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നോക്കുക. ഇലക്ഷൻ റിസൾട്ടുകൾ പോയി വരും, മാറി മറിയും. പക്ഷേ നമുക്ക് മായാത്തൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? അത് നമ്മുടെ മൂല്യങ്ങളാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ, നന്മയുടെ മൂല്യങ്ങൾ. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. ജയിച്ച സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവരെ അപ്രിസിയേറ്റ് ചെയ്യുക. ഫലം എന്ത് തന്നെയായാലും നമ്മൾ മറ്റുള്ളവരെ ആദരിക്കാൻ മറക്കരുത്. ഒരാളോട് നമ്മൾ അനാദരവ് കാണിക്കരുത്. നമ്മളോട് സ്വയവും ആദരവ് കാണിക്കുക. നമ്മൾ അരങ്ങേറുന്ന രാഷ്ട്രീയ ചിന്തകൾ അത് നമ്മളല്ല. നമ്മളിൽ അങ്ങനെ ഒരു ചിന്ത അരങ്ങേറുന്നത് നമ്മൾ തന്നെ നിരീക്ഷിക്കുക മാത്രമാണ്. ഓക്കെ, ബൈ.